ആണെന്ന്. ഒരാൾ ഇവിടം തന്നെ വന്നിന്, പിന്നെ ഒരാൾ അങ്ങനെ ഇവിടം വരെ വന്ന് ആടുന്ന് അങ്ങ് വരെ പൊന്തി വന്നിന്. ആടുന്ന് പിന്നെ വലക്ക് കുടുങ്ങി. ഞാൻ തുള്ളിയിട്ട് പോകുമ്പോൾ പിടിക്കാൻ കിട്ടിയിട്ടില്ല. പുഴയിൽ അടിയൊഴുക്ക് കൂടുതലാണ്, പുഴയിൽ ഇറങ്ങരുതേ എന്ന് പലവട്ടം കരക്ക് നിന്നവർ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപേരും പുഴയിൽ ഇറങ്ങി. അവരുടെ ആത്മവിശ്വാസം, അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇരിക്കൂർ സിബ്ഗ കോളേജിൽ BSc സൈക്കോളജി പഠിക്കുകയാണ് സുഹൃത്തുക്കളായ ഷഹർബാനയും സൂര്യയും. അവർ പ്രിയ സുഹൃത്ത് ജസീനയുടെ വീട്ടിലേക്ക് സപ്ലിമെൻ്ററി പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ചുമ്മാ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് പുഴ കാണുന്നതും അതിൻ്റെ അടുക്കൽ പോയിട്ട് അവർ ഫോട്ടോ എടുക്കുന്നതും പല രീതിയിലുള്ള പോസുകളെല്ലാം ചെയ്യുന്നത്. പുഴയിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ജസീനയുടെ ഉമ്മ റഹ്മത്ത് അവരോട് ആവർത്തിച്ച് പറഞ്ഞതാണ്, പുഴയിൽ ഇറങ്ങരുത്, പുഴയിൽ ഇറങ്ങി കളിക്കരുത്, അപകടം പതിയിരിക്കുന്നുണ്ട്, അടിയൊഴുക്ക് കൂടുതലാണെന്ന് അവരും പറഞ്ഞു. ഇല്ല, ഞങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ പുഴയുടെ അടുത്തേക്ക് പോയത്. പക്ഷെ അവിടെ എത്തി അവരൊരുപാട് ഫോട്ടോ എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നു. അവരുടെ സമയമായിട്ടുണ്ടായിരിക്കണം, അവർ പുഴയിലേക്ക് മെല്ലെ ഇറങ്ങാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ട് അവിടെ മീൻ പിടിക്കുന്ന 2 സുഹൃത്തുക്കൾ അവരോട് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ പുഴയിലിറങ്ങല്ല, പുഴയിൽ അടിയൊഴുക്ക് കൂടുതലാണ്, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട ജസീനയുടെ കൂട്ടുകാരായ ഷഹർബാനയും സൂര്യയും പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇറങ്ങിയാലും മുങ്ങില്ല, ഞങ്ങൾ സൂക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുഴയിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിരുന്നു. മീൻ പിടിക്കുകയായിരുന്നു പടിയൂരിലെ മുഹമ്മദ് അലിയും ചപ്പാറും. അവർ ഓടിയെത്തി. ഒരാൾ തൻ്റെ കയ്യിലുള്ള വലയെടുത്ത് വീശി, ഒരാൾ അതിൽ കുടുങ്ങി, മറ്റൊരാൾ ഒഴുക്കിൽപ്പെട്ടു പോയി. പക്ഷെ കുടുങ്ങിയ വ്യക്തി മടുക്കുമ്പോഴേക്കും അവരുടെ കൈവിട്ടങ്ങ് പോയി. ഇങ്ങനെ ഈ മുങ്ങിത്താഴുന്ന രംഗം കണ്ടുകൊണ്ട് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ജസീന അലറി വിളിച്ചിട്ട് ബോധമില്ലാതെ ആ പ്രിയപ്പെട്ട കൂട്ടുകാരികളുടെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് അവരും അവിടെ വല്ലാത്തൊരവസ്ഥയിൽ തളർന്നു വീഴുകയായിരുന്നു. എന്താണെങ്കിലും ചെറിയ അശ്രദ്ധ കൊണ്ട് ഉന്നതമായ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിരിക്കുന്നത്. ഷഹർബാനയ്ക്ക് 28 വയസ്സാണ്, അവൾ വിവാഹിതയാണ്. സൂര്യയാകട്ടെ 23 വയസ്സുമാണ്. അവർ പഠിക്കുന്നത് BSc സൈക്കോളജിയുമാണ്. ഇത്രയൊക്കെ ഉപദേശങ്ങളും എല്ലാം നൽകിയിട്ടും അവരുടെ ആത്മവിശ്വാസം അവരെ വല്ലാതെ ജീവന്റെ വില ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും, ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്നതെല്ലാം നല്ലതാണ്, കറങ്ങി നടക്കുന്നതെല്ലാം നല്ലതാണ്, പക്ഷേ ഏത് ആസ്വാദനവും നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതാവരുത് എന്നുള്ളത് ഏത് വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. അത് വെള്ളത്തിലിറങ്ങുന്ന കാര്യമാകട്ടെ, വാഹനങ്ങൾ ഓടിക്കുന്ന കാര്യമാകട്ടെ, നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമ്മുടെ വിലപ്പെട്ട ജീവൻ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ശ്രദ്ധ എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ജീവനും നമ്മളിൽ നിന്ന് വിട പറയും. ഇപ്പോഴും അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷഹർബാനയുടെ മൃതശരീരം കിട്ടിയെന്ന് പറയുന്നുണ്ട്. സൂര്യയുടെ മൃതശരീരത്തിന് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വീട്ടുകാരുടെ ഒരു അവസ്ഥ, കുട്ടികൾ സപ്ലിമെന്ററി പരീക്ഷ എഴുതാൻ വേണ്ടി കോളേജിലേക്ക് പോയതാ. പിന്നീട് കേൾക്കുന്ന വാർത്ത ഇരുവരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ളതാണ്. പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടുന്നനെയുള്ള ഒരു പ്രകൃതിയുടെ പ്രശ്നങ്ങളെ കൊണ്ട് സംഭവിക്കുന്നത് മാത്രമല്ല, പലപ്പോഴും ഇതെല്ലാം നമ്മൾ വരുത്തി വെക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. സംഭവിച്ചു പോയി, മരണപ്പെട്ടു പോയ കുട്ടികളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെങ്കിലും ഇനിയുള്ള ഇതുപോലെ നമ്മൾ പലപ്പോഴും പല രീതിയിൽ ഫ്രണ്ട്സുകളിലൊക്കെ വീട്ടിൽ പോയിട്ട് ആ നാട്ടുകാർക്കറിയാം അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്കറിയാം അതിനടിയൊഴുക്കുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷേ അവരുടെ വാക്കുകളൊന്നും നമ്മൾ ഒരു വിലയും കൽപ്പിക്കാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും ജീവിതത്തിൽ സംഭവിക്കാവുന്ന വലിയ വലിയ അബദ്ധങ്ങളാണിത്. നമ്മുടെ വിലപ്പെട്ട ജീവനാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. തോടും പുഴകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഏത് രീതിയിലാണ് എപ്പോഴാണ് അപകടം വരിക എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കേരളത്തിന് പുറത്ത് ഒരു കുടുംബം തന്നെ ആസ്വദിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ വെള്ളപ്പാച്ചിൽ മല പെട്ടെന്ന് വെള്ളമൊഴുക്കി വിടുകയും അങ്ങനെ മലവെള്ളപ്പാച്ചിലിൽ പെട്ടുകൊണ്ടൊരു കുടുംബം മൊത്തം
അസ്തിത്വമില്ലാതെയായത് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഇത് നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും വരാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കുന്നത് നമുക്കെല്ലാവർക്കും നന്നായിരിക്കും. ഓരോ വാർത്തകളും നമ്മൾ കാണുമ്പോൾ ആശ്ചര്യത്തോടു കൂടി, അത്ഭുതത്തോടു കൂടി ഇരിക്കുന്നതല്ല കാര്യം.